CMRL എക്സാലോജിക് ദുരൂഹ പണമിടപാട് കേസിൽ ചോദ്യം ചെയ്യലിനിടെ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ ടി വീണ നൽകിയ മൊഴികളും തിരുവനന്തപുരത്തെ വീട്ടിൽ നിന്ന് പിടിച്ചെടുത്ത ഡയറിയിലെ നിർണായക വിവരങ്ങളുമാണ് ED സംഘത്തെ കോഴിക്കോട്ടെ പ്രമുഖരുടെ വീടുകളിലേക്ക് എത്തിച്ചത്. അന്വേഷണ ഉദ്യോഗസ്ഥരുടെ പല ചോദ്യങ്ങൾക്കും അച്ഛനെ അറിയാവൂ എന്നും ഡയറിയിലെ സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് ഭർത്താവ് റിയാസിനെ അറിയാവൂ എന്നാണ് വീണ മറുപടി നൽകിയത്. മുൻ മുഖ്യമന്ത്രിയായ പിണറായി വിജയനെയും മുൻ മന്ത്രിയായ ഭർത്താവ് PA മുഹമ്മദ് റിയാസിനെയും ഒരുപോലെ വെട്ടിലാക്കുന്ന മറുപടികളാണ് വീണ നൽകിയതെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. കഴിഞ്ഞ മേയിൽ വീണ താമസിച്ചിരുന്ന തിരുവനന്തപുരത്തെ വീട്ടിൽ നടത്തിയ പരിശോധനയിലാണ് ചുവന്ന കവറുള്ള ഡയറി ED സംഘം കസ്റ്റഡിയിലെടുത്തത്. എക്സാലോജിക് കമ്പനിയുടെ അക്കൗണ്ടിൽ നിന്ന് കോഴിക്കോട്ടെ പ്രമുഖരായ നിഖിൽ, വാരിസ്, ഷൈജൽ, ഫൈജാസ് എന്നിവരുടെ അക്കൗണ്ടുകളിലേക്ക് വലിയ തുക കൈമാറിയതായി ഈ ഡയറിയിൽ രേഖപ്പെടുത്തിയിരുന്നു. ഈ പണമിടപാടുകളെക്കുറിച്ച് ED ചോദ്യം ചെയ്തപ്പോഴാണ് ഇടപാടുകളുടെ പിന്നിലുള്ള ഭർത്താവിന്റെ പങ്ക് വീണ വെളിപ്പെടുത്തിയത്. 4 പേരും റിയാസിന്റെ സുഹൃത്തുക്കളാണ്. അതിൽ ഒരാൾ തന്റെ കൂടി സുഹൃത്താണ് എന്നായിരുന്നു വീണയുടെ മറുപടി. തെരഞ്ഞെടുപ്പ് ആവശ്യങ്ങൾക്കാണ് കമ്പനി അക്കൗണ്ടിൽ നിന്ന് ഈ തുക കൈമാറിയതെന്നും വീണ അന്വേഷണ സംഘത്തോട് സമ്മതിച്ചിട്ടുണ്ട്. ചോദ്യം ചെയ്യലിന്റെ ഘട്ടത്തിൽ വീണയെക്കൊണ്ട് ഈ 4 പേരെയും ഫോണിൽ വിളിപ്പിക്കുകയും ചെയ്തിരുന്നു. ഭർത്താവ് റിയാസിന്റെ നിർദ്ദേശപ്രകാരമാണോ സാമ്പത്തിക ഇടപാടുകൾ നടന്നതെന്ന സംശയം ഇതോടെ ശക്തമായി. ചില പ്രധാന ചോദ്യങ്ങൾക്ക് ഭർത്താവ് റിയാസിന് മാത്രമേ അത് സംബന്ധിച്ച് അറിവുള്ളൂ എന്ന് വീണ ആവർത്തിച്ചതോടെയാണ് അന്വേഷണം റിയാസിലേക്ക് നീളാൻ വഴിയൊരുങ്ങിയത്. ഇതിന്റെ തുടർച്ചയായാണ് ചൊവ്വാഴ്ച രാവിലെ 6 മണിയോടെ ED സംഘം കോഴിക്കോട്ടെ 8 ഇടങ്ങളിൽ ഒരേ സമയം പറന്നിറങ്ങിയത്. CPM കോഴിക്കോട് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റുമായ P നിഖിൽ, DYFI നേതാവ് നന്ദുലാൽ, റിയാസിന്റെ സഹപാഠികളും സുഹൃത്തുക്കളുമായ PP ഷൈജൽ, ഫെബീഷ് മുഹമ്മദ്, ബിസിനസ്സുകാരായ വാരിഷ് കളത്തിങ്ങൽ, പ്രവാസി ഫൈജാസ് എന്നിവരുടെ വസതികളിലും സ്ഥാപനങ്ങളിലുമായിരുന്നു റെയ്ഡ്. കേരള പോലീസിന്റെയോ സംസ്ഥാന ഇന്റലിജൻസിന്റെയോ യാതൊരു സഹായവും തേടാതെ പൂർണ്ണമായും കേന്ദ്രസേനയുടെ കനത്ത കാവലിലായിരുന്നു ED സംഘത്തിന്റെ മിന്നൽ പരിശോധന. ഇന്റലിജൻസ് വിഭാഗത്തെ പോലും ഇരുട്ടിൽ നിർത്തി ED നടത്തിയ ഈ സർജിക്കൽ സ്ട്രൈക്ക് സംസ്ഥാന ഭരണ കേന്ദ്രങ്ങളെ ഒന്നാകെ ഞെട്ടിച്ചിട്ടുണ്ട്. പരിശോധനാ വേളയിൽ ഇവരുടെ സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ച സുപ്രധാന രേഖകളും ഡിജിറ്റൽ തെളിവുകളും ED സംഘം പിടിച്ചെടുത്തു. മണിക്കൂറുകളോളം നീണ്ട ചോദ്യം ചെയ്യലിൽ നിർണായക വിവരങ്ങൾ ലഭിച്ചു എന്നാണ് സൂചന. ഇവരിൽ ചിലരുടെ സ്വത്തുക്കൾ മരവിപ്പിക്കാനുള്ള നടപടികളിലേക്ക് അന്വേഷണ സംഘം കടക്കുകയാണെന്നും വിവരമുണ്ട്. മന്ത്രിസ്ഥാനത്തിരുന്ന മുഹമ്മദ് റിയാസിന്റെ നിർദ്ദേശപ്രകാരമാണോ എക്സാലോജിക് അക്കൗണ്ടിൽ നിന്ന് നേതാക്കളുടെയും സുഹൃത്തുക്കളുടെയും അക്കൗണ്ടുകളിലേക്ക് പണം ഒഴുകിയത് എന്നാണ് ED പ്രധാനമായും അന്വേഷിക്കുന്നത്.